5 ദിവസങ്ങളിലായി നടക്കുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബിസോൺ കലോത്സവത്തിന് കോഴിക്കോട് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ തുടക്കമായി. ശനി ഞായർ ദിവസങ്ങളിൽ സ്റ്റേജിതര മത്സരങ്ങളാണ് നടക്കുക. തുടർന്ന് തിങ്കളാഴ്ച മുതൽ 3 ദിവസം വേദികൾ ഉണരും. ബിസോൺ കലോത്സവം തത്സമയം പ്രേക്ഷകരിലെത്തിക്കുവാൻ സ്പൈഡർനെറ്റ് പ്ലസ് ചാനൽ, www.spidernettv.com എന്നിവയിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. 97 കോളേജുകളിൽ നിന്നായി 6000-ലധികം കലാപ്രതിഭകൾ 5 നാളുകളെ മെഡിക്കൽ കോളേജ് നഴ്സിംഗ് കോളേജ് പരിസരത്തെ ആഘോഷതുല്യമാക്കും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിലെ ഏറ്റവും വലിയ യുവകലാമേളയായ ബിസോൺ കലോത്സവത്തിന് ശനിയാഴ്ച തുടക്കമായി. പ്രശസ്ത ചിത്രകാരന്മാരായ മദനൻ, അഭിലാഷ് തിരുവോത്ത്, സുനിൽ അശോകപുരം, കവിത മുഖോപാധ്യായ എന്നിവർ ചിത്രം വരച്ചുകൊണ്ടാണ് ഓഫ് സ്റ്റേജ് മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തത്. 5 വേദികളിലായി നടക്കുന്ന കലോത്സവത്തിന്റെ ആദ്യ ദിനം രചനാ മത്സരങ്ങൾ നടന്നു. ഞായറാഴ്ച ഓയിൽ കളർ പെയിന്റിംഗ്, ക്ലേ മോഡലിംഗ്, പ്രശ്നോത്തരി, കാർട്ടൂൺ രചന എന്നീ ഇനങ്ങൾ നടക്കും. പരിപാടിയെക്കുറിച്ച് കോളേജ് യൂണിയൻ ചെയർമാൻ ഷാനവാസ്: 100-ലധികം കോളേജിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത്. അതുകൊണ്ട് 5 ദിവസങ്ങളായി 18 മുതൽ 22 സമാപിക്കുന്ന വിധത്തിലാണ് നമ്മളിത് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ 2 ദിവസം 18ഉം 19ഉം ഓഫ് സ്റ്റേജും 20, 21, 22 ദിവസങ്ങളിൽ ഓൺ സ്റ്റേജാണ്. അത് 5 സ്റ്റേജുകൾ വെച്ചിട്ടാണ് നടക്കുന്നത്. 2 നഴ്സിംഗ് കോളേജിലെ, 1 മെഡിക്കൽ കോളേജ് ഓഡിറ്റോറിയം, 1 നമ്മൾ പുറത്ത് സ്റ്റേജ് കെട്ടിയിട്ടുണ്ട്. അത്തരം സാഹചര്യത്തിൽ നമ്മൾ നല്ലൊരു ഒരുക്കങ്ങളിലാണ് ഇതിന് മുൻകൂട്ടി ഒരുക്കിയിരിക്കുന്നത്. നമ്മളതിന്റെ എല്ലാ വർക്കുകളും മുൻകൂട്ടി നിർത്തിയതിന്റെ എല്ലാ വർക്കുകളും രജിസ്ട്രേഷൻ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചു കഴിഞ്ഞു. പിന്നെ നമ്മളെ മേഖലയിൽ നടക്കുന്ന അവസാനത്തെ ഒരു സോണൽ കലോത്സവമായിരിക്കും. കാരണം മെഡിക്കൽ യൂണിവേഴ്സിറ്റി വന്നുകൊണ്ട് അടുത്ത കൊല്ലം മുതൽ പങ്കെടുക്കാൻ പോലും സാധിക്കാത്ത ഒരു സ്ഥിതി. അപ്പോൾ നമ്മൾ അവസാനത്തെ ഒരു ബിസോൺ ആയതുകൊണ്ട് തന്നെ അതിന്റെ എല്ലാ ഒരുക്കങ്ങളോട് കൂടിയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതെല്ലാം വിജയമാണ് തീരുമെന്ന് തന്നെ വിശ്വസിക്കും. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഫാർമസി കോളേജിന് സമീപത്തെ 1ാം വേദിയിൽ സ്റ്റേജ് മത്സരങ്ങളുടെ ഉദ്ഘാടനം നടക്കും. തിങ്കളാഴ്ച ഉച്ച മുതൽ സ്പൈഡർനെറ്റ് പ്ലസ് ചാനൽ, www.spidernettv.com എന്നീ സംവിധാനങ്ങൾ വഴി ബിസോൺ വിശേഷങ്ങൾ ലോകമെമ്പാടും എത്തിക്കും. ഇതിനുള്ള ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.